ഹായ് ഗായ്സ്, ശ്രീയാസ് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ഭംഗിയുള്ളൊരു പേപ്പർ ഫാനാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ പേപ്പർ ഫാന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഇനി ഇതിന് എന്തിട്ടൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ കളർ പേപ്പേഴ്സിൽ ഗ്രീൻ, യെല്ലോ ആൻഡ് ബ്രൗൺ പേപ്പേഴ്സ് വേണം. പിന്നെ സിസേഴ്സ്, ബ്രഷ് പെൻ, വൈറ്റ്, ബ്ലാക്ക്, റെഡ്, പിന്നെ ഗ്ലൂ വേണം, ഗ്ലൂ സ്റ്റിക്ക് വേണം. പേപ്പർ കട്ടർ ഉണ്ടെങ്കിൽ മാത്രമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് കട്ട് ചെയ്യാം. പിന്നെ ഇതും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ കൈ പിടിച്ചിങ്ങനെ വെച്ചാലും മതി. പിന്നെ കോമ്പസ് വേണം, ഐസ്ക്രീം സ്റ്റിക്ക് വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ എന്നിട്ട് അതിനെ ഹാഫാക്കി മടക്കാം. ആ നടുവില് ഒരു റബ്ബർ ബാൻഡ് കെട്ടിവെക്കാം. എന്നിട്ട് ഇതിന്റെ രണ്ടറ്റങ്ങളും കൂടി ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കാം. എന്നിട്ടൊരു പേപ്പർ ക്ലിപ്പായിട്ട് മാറ്റി വെക്കാം. അതേപോലെ തന്നെ വേറൊരു പേപ്പറിലും ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഇതിന്റെ ഈ അറ്റം ഇങ്ങനെ ഒന്ന് വെട്ടിക്കളയാം. അപ്പോൾ ഷേപ്പിന് വേണ്ടി, പെറ്റൽസ് വേണ്ടി. എന്നിട്ട് ഈ രണ്ട് വശവും കൂടി ഒരുമിച്ച് ഒട്ടിക്കാം. ഇനി സ്റ്റെമ്മിന് വേണ്ടി ഇതേപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഡയഗണലി ഫോൾഡ് ചെയ്ത് പോവാം. എന്നിട്ട് ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിന്റെ എക്സസ് വെട്ടിക്കളയാം. ഇത് രണ്ട് സ്റ്റിക്കുകളും ഇതിന്റെ രണ്ട് സ്റ്റെമ്മുകളും എടുത്തിട്ട് രണ്ട് എഡ്ജിലായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിനെ മാറ്റി വെക്കുക. ഇനി ഇതിന്റെ സെന്റർ പോർഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു കോമ്പസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അതിൽ ഡിസൈൻസ് വരയ്ക്കാം. ഞാനിവിടെ ഒരു ക്യൂട്ട് ഫേസ് ആണ് വരയ്ക്കുന്നത്. ഇതിന്റെ നടുവിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ആ ഉണ്ടാക്കി വെച്ച ഈ ഫാനിന്റെ നടുവിലായിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.